മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തൃശ്ശൂര് കുന്നംകുളത്തിനടുത്തും ഗുരുവായൂർ പ്രദേശത്തുമായിട്ട് 2-3 കോളേജുകളിൽ, പ്രത്യേകിച്ചും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കീഴിൽ വരുന്ന ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിൽ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭാരതീയ മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ധന്യരായ വ്യക്തികളെ തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെടുത്തി കോളേജ് മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും അതിന് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തി ആ ലിസ്റ്റ് കവർ സ്റ്റോറിയായിട്ട് പ്രസിദ്ധീകരിക്കാൻ അവിടുത്തെ പ്രിൻസിപ്പാളും കുറേ അധ്യാപകരും ഇടതുപക്ഷ വിദ്യാർത്ഥികളുമെല്ലാം തയ്യാറായതിനെക്കുറിച്ചും അതിൽ പലരെയും അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചുമുള്ള വാർത്ത വായിച്ചു. ഏത് തരത്തിലുള്ള നീചപ്രവർത്തികൾ ചെയ്താലും ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് അത് ഭാരതീയ സംസ്കാരത്തെയും ഭാരതീയ പൈതൃകത്തെയും കുറിച്ച് അവഹേളിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, എന്തു വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെയും ധാരണ. ക്രിസ്ത്യാനിയെക്കുറിച്ചോ പള്ളികളെക്കുറിച്ചോ മുസ്ലിങ്ങളെക്കുറിച്ചോ മോസ്കിനെക്കുറിച്ചോ മൗലവിയെക്കുറിച്ചോ അവരൊന്നും പറയില്ല. ഹിന്ദുക്കളെക്കുറിച്ച് അടച്ചാക്ഷേപിക്കുകയും ഏത് ലെവലിൽ വേണമെങ്കിലും നീചമായ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും എല്ലാം ചെയ്തവര് എന്തു ചെയ്താലും അതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പത്ര സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഏറ്റവും അധികം ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമുള്ളൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിലെ നേതാക്കന്മാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. അവരുടെ വാക്കുകളും വരികളും രചനകളും പ്രസംഗങ്ങളും പ്രവൃത്തികളും കണ്ടാൽ ആരാധ്യനായ MA ബേബി പറയുന്ന വരി വീണ്ടും വീണ്ടും ഓർത്തു പോവുകയാണ്. ഒരു വ്യക്തി പ്രയോഗിക്കുന്ന ഭാഷ കണ്ടാലും കേട്ടാലും അറിയാം ആ വ്യക്തിയുടെ സംസ്കാരം. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എംബ്ലമായിട്ട് മാറ്റേണ്ടതാണ്, ലോഗോ ആയിട്ട് മാറ്റേണ്ടതാണ്. ധാർഷ്ട്യവും നീചകർമ്മവും അതുപോലെ തന്നെ ഈ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിക്കലും അതുമായി ബന്ധമുള്ളവരെ എല്ലാം കരിവാരിത്തേക്കലും മാത്രമായി നടക്കുന്ന ഒരു പാർട്ടി ശോഷിച്ച് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടും 8-10 മറ്റു പാർട്ടികളുടെ സഹകരണത്തോടുകൂടി വിരലിലെണ്ണാവുന്ന കുറച്ചുപേരെ മാത്രം വിജയിപ്പിക്കാൻ സാധിച്ചിട്ടും ഒരു ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വലയിട്ട് പിടിക്കാൻ സാധിക്കാഞ്ഞിട്ടും ഇപ്പോഴും ആ ധാർഷ്ട്യവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പാവപ്പെട്ടവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന മുദ്രയും കൊണ്ട് നടക്കുന്ന ആ പാർട്ടിയുടെ അടുത്ത തലമുറയാണ് ഗുരുവായൂര് ക്ഷേത്രത്തില് ഭക്തന്മാരുടെ വഴിപാടുകൊണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള നടവരവ് കൊണ്ടും നിലനിൽക്കുന്ന ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ്. ആ ശ്രീകൃഷ്ണ കോളേജ് തന്നെയാണ് ഈ
ഈ സംസ്കാരത്തിൻ്റെ അന്തകനെ പോലെയുള്ള അന്തകരാവാൻ പറ്റിയ കുറേ യുവാക്കളെ പടച്ചുവിടുന്നതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ കോളേജിലേക്ക് പോകാനുള്ളൊരു ദുർഗതിയുണ്ടായി. അവിടുത്തെ പ്രകൃതി സമിതിയുടെ നേച്ചർ ക്ലബിൻ്റെ ക്ഷണമനുസരിച്ചിട്ടാണ് പോയത്. ക്ലാസ് എടുത്തപ്പോൾ വൻ സമൂഹം വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ശ്രദ്ധയോടുകൂടി വിദ്യാർത്ഥികളും അധ്യാപകരും എൻ്റെ ക്ലാസ് കേൾക്കാൻ ഇരിക്കുകയുണ്ടായി. ക്ലാസ് തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്ത് അസാധാരണമായൊരു ശബ്ദം, ഒരു ശബ്ദ കോലാഹലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതകത്ത് ക്ലാസ് എടുക്കുന്ന വേളയിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചു. എന്താണെന്ന് അപ്പം അന്വേഷിക്കാൻ സാധിക്കില്ലല്ലോ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അറിഞ്ഞത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രസിദ്ധീകരിക്കുന്ന അനവധി പുസ്തകങ്ങളും ബ്രോഷറുകളും CD-കളും DVD-കളും എല്ലാം ഏത് സ്ഥലത്ത് പ്രഭാഷണമുണ്ടെങ്കിലും ഏതാനും പ്രഭാഷണം കഴിഞ്ഞ് ഏതാനും മിനിറ്റ് സമയത്തേക്ക് അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത ഓരോ പുസ്തകവും ബ്രോഷറും SFIയിലെ തനി ക്രൂരരും നീചരുമായ ചില പെൺകുട്ടികൾ, ആൺകുട്ടികളല്ല പെൺകുട്ടികൾ, അതും കോളേജിനകത്തുള്ളവരല്ല പുറത്തുള്ളവർ, ഓരോന്നും മറച്ചു നോക്കി ഒരു ബ്രോഷറിൽ വിദ്യാർത്ഥികളെ ഇതിലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്രോഷർ അവിടെ വെച്ചിരുന്നു. ആ ബ്രോഷർ മുഴുവനും ഇവർ വായിച്ചു. അതിനകത്ത് ഒരു വരി ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാർത്ഥികളെ ഇതിലേ എന്ന ചെറിയ ബ്രോഷറിൽ ഒരു വരി മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് വിദ്യാർത്ഥികളെ നിങ്ങളൊന്നും നേടിയിട്ടില്ല, നിങ്ങൾ അകത്തും പുറത്തും പരിവർത്തനം വരുത്തി നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരെ കൊണ്ടത് പകർത്തിപ്പിച്ച് ധന്യമായൊരു ജീവിതത്തിന് തയ്യാറെടുക്കേണ്ട കാലമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം, വിദ്യാഭ്യാസ കാലം എന്നൊരു വരി ആ ബ്രോഷറിലുള്ളത് തനി ആസുരീക മുഖഭാവമുള്ള ഒരു SFI സെക്രട്ടറിയോ മറ്റായൊരു പെൺകുട്ടി അതെടുത്ത് ആ ബ്രോഷർ മുഴുവനും അവിടെ വലിച്ചെറിഞ്ഞ് അതിശക്തമായിട്ട് ഈ പുസ്തകം ഡിസ്പ്ലേ ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പും വാണിങ്ങും ഒരു ത്രട്ടണിങ്ങും ഭീഷണിയുമായിരുന്നു. ഇത് അടച്ചു പൂട്ടി കൊണ്ടുപോയില്ലെങ്കിൽ ഒരെണ്ണം പോലും കൊണ്ടുപോകാനുണ്ടാവില്ല, ഞങ്ങൾ കത്തിക്കും. ആ കുട്ടിയുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ അധ്യാപകരോട്, ഈ പരിപാടി സംഘടിപ്പിച്ച അധ്യാപകരോട് പറഞ്ഞു, ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ശാപം ആ പെൺകുട്ടിയാണ്. അത് നരകയാതന അനുഭവിച്ച് അത് ഈ മണ്ണില് ഒരുപക്ഷെ പുഴുത്തു മരിച്ച് അടക്കം ചെയ്യേണ്ടി വരും. ഒരു രാഷ്ട്രത്തിന്റെ, ധർമ്മത്തിന്റെ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു വിഭാഗം ജനതയോടും എതിരില്ലാതെ എഴുതിയ ഒരു ബ്രോഷർ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് SFIക്കാർ മാത്രമൊന്നുമല്ല. അതിൽ ABVP-കാരുണ്ട്, KSUക്കാരുണ്ട്, KSSCക്കാരുണ്ട്, ഒരു വിഭാഗത്തിലും പെടാത്ത വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അത് ഇവരുടെ കുത്തകയായിട്ടെടുത്ത് ഒരു 100 വർഷമായി ഈ ഭാരതീയ പൈതൃകത്തെ നിന്ദ്യവും നീചവുമായി ചിത്രീകരിക്കാൻ അകത്ത് നമ്പൂതിരിയും പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരനുമായി നടന്ന EMS ഉൾപ്പെടെയുള്ളവര് ചെയ്തു കൂട്ടിയ മഹാഭാപത്തിന്റെ അവസാനത്തെ പ്രോഡക്റ്റാണ് ആ പെണ്ണ് എന്ന് ഞാൻ അധ്യാപകരോട് പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ SFIക്കാർ വന്ന് പറഞ്ഞു, ഇനി സാറിന്റെ പ്രഭാഷണം ഈ ശ്രീകൃഷ്ണ കോളേജില് നടത്തില്ല എന്നെ അറിയിച്ചു. ഞാൻ തിരിച്ചും പറഞ്ഞു, ഈ ഗുരുവായൂരപ്പന്റെ പേരില് ശ്രീകൃഷ്ണസ്വാമി ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാരുടെ വഴിപാട് കൊണ്ട്
ഭാഗികമായിട്ടെങ്കിലും നടത്തുന്ന ഈ കോളേജിനകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരാനുള്ള ഗതികേട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത്. സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങിയത്. സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ ഒരു കാരണമുള്ളത്, ആ ക്ലാസ് കേൾക്കാൻ ഓഡിറ്റോറിയം ജാം പാക്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ സൈലന്റ് ആയിട്ട് 1.5 മണിക്കൂർ ഇരിക്കുകയും അധ്യാപകരെല്ലാം ഈ SFIക്കാർ ചെയ്തതിന് മാപ്പ് പറയുകയും ഞങ്ങള് സാറ് പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്താമെന്ന് വാക്ക് തരികയും വാഹനത്തിന്റെ അടുത്ത് വരെ അവിടുത്തെ അധ്യാപകർ കൊണ്ടാക്കുകയും ചെയ്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ മോഡിയെയും മാതാ മൃദാനന്ദമയ്യെയും ഹൈന്ദവ ധർമ്മം ജീവിതത്തിൽ പകർത്തുകയും പകർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയും ഈ കോളേജ് മാഗസീനില് തീവ്രവാദികളായിട്ട് ചിത്രീകരിച്ച ആ SFIയിലെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ആ കവർ സ്റ്റോറി മുഴുവനും സ്റ്റാലിനെ കുറിച്ചായിരുന്നു വേണ്ടിയിരുന്നത്. 1.73 കോടി ജനങ്ങളെ കഴുത്തറത്ത് കൊന്ന ഏറ്റവും നീചനായ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടെങ്കിൽ, ഹിറ്റ്ലറുടെ നേതാവാൻ യോഗ്യതയുള്ളവനുണ്ടെങ്കിൽ അത് സ്റ്റാലിനാണ്. ലൈംഗിക രോഗം വന്ന് എത്ര പേരെയാ കൊന്നത് എന്ന് കണക്കില്ലാത്ത അത്രയും പേരെ കൊന്ന ലെനിൻ രണ്ടാമത്തെ ബാക്ക് കവറിൽ വരാൻ യോഗ്യതയുള്ളവനാണ്. അതുപോലെ ഒരൊറ്റ മനുഷ്യനും വില കൽപ്പിക്കാതെ 180 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കാറൽ മാർക്സ് അവനവൻ എഴുതിയത് പോലും ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറയേണ്ട ഗതികേട് വന്ന ഒരേ ഒരു മനുഷ്യനാണ് കാറൽ മാർക്സ്. ജർമ്മൻകാര് തിരിഞ്ഞു നോക്കാത്ത കാറൽ മാർക്സ്. ഈ 3 പേരാണ് ഈ ലോകത്തെ ഏറ്റവും അധികം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചത്. ഇത് എന്റെ വരികളല്ല, ഇത് സോവിയറ്റ് യൂണിയന്റെ വരികളാണ്. അതുകൊണ്ടാണ് ഇവരുടെ പ്രതിമകളെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് തൂത്തെടുത്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടത്. അതുപോലെ SFI നേതാക്കളോടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോടും പറയുന്നു, നിങ്ങളെല്ലാം ചത്തൊടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വളർത്തിയ തലമുറ, നിങ്ങൾ നിന്ന സ്ഥലവും നിങ്ങൾ കിടന്ന കട്ടിലും നിങ്ങൾ ജീവിച്ച വീട്ടിലും ചാണകവെള്ളം തെളിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന മതപരിവർത്തനവും ക്രൈസ്തവ തീവ്രവാദത്തോടും നിങ്ങൾക്ക് എതിർപ്പില്ല. മുസ്ലിം തീവ്രവാദത്തോടും മുസ്ലിങ്ങൾ ചെയ്യുന്ന നീചകർമ്മത്തോടും നിങ്ങൾക്ക് എതിർപ്പില്ല. നിങ്ങളുടെ തന്നെ പൈതൃകമായ ഹൈന്ദവ ധർമ്മത്തോടും മൂല്യത്തോടുമാണ് നിങ്ങൾക്ക് എതിർപ്പ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾ മലന്നു കിടന്ന് തുപ്പുമ്പോൾ ഈ ഹിന്ദു ധർമ്മത്തെ പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞൊരു ധർമ്മം ഏത് വഴി സ്വീകരിച്ചാലും പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞൊരു ധർമ്മം, എല്ലാവിധത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും അറിവ് നേടണമെന്ന് ആനോ ഭദ്രാഹ കൃതവോ എന്ത് വിശ്വത എന്ന് പറഞ്ഞൊരു ധർമ്മം, എന്റെ ദൈവം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ ആരാധന മാത്രം ശരിയെന്ന് ഒരിക്കലും പറയാത്തൊരു ധർമ്മം. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ അതിനെ എതിർക്കുന്നത്? നിങ്ങൾക്ക് കുറെ പേർക്ക് ഒരു ധാരണയുണ്ട് എല്ലാ ഹിന്ദുക്കളും BJPക്കാരാണെന്ന്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, BJPക്കാരല്ലാത്തവരെ പോലും നിങ്ങൾ BJPക്കാരും RSSകാരും എല്ലാം ആക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കംസന്റെയും രാവണന്റെയും ഹിരണ്യകശിപുവിന്റെയും വർഗത്തില് കഴിഞ്ഞ ജന്മത്തിൽ ജനിക്കാൻ തലവിധിയുണ്ടായ നിങ്ങൾ ഈ ജന്മത്തിൽ അതിന്റെ ബാക്കി കൂടി ചെയ്യുമ്പോൾ ഈ രാഷ്ട്രം എന്നെങ്കിലും നിങ്ങളെ തിരിച്ചറിയും. ഇന്ന് ഒരു വരി കൂടി പറഞ്ഞ് നിർത്താം. ഇന്ന് വളരെ അസാധാരണമായ ഒരു കാഴ്ച പത്രത്തിൽ 2-3 ദിവസം മുമ്പ് വന്ന പത്രത്തിൽ വായിച്ചത് വീണ്ടും വായിക്കുകയുണ്ടായി. കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ അതിശക്തമായ വൻപിച്ച പ്രതിഷേധ റാലി നടത്തുന്നതായിട്ട് വാർത്തയും, അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ തടയാൻ വൻപിച്ച ജനാവലിയുടെ സാന്നിധ്യത്തില് ട്രെയിൻ തടയുമെന്ന് പറഞ്ഞ് ട്രെയിൻ തടയാൻ വന്നവര് ടിവിയിലൂടെ ആ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായത് 15 പേരായിരുന്നു. ട്രെയിൻ തടയാൻ വൻപിച്ച ജനാവലിയോടുകൂടി വന്നവരുടെ കൂട്ടത്തില് 15 പേരാ ഉണ്ടായിരുന്നത്. കുറേ കൂടി കഴിയുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും പോലും ഇല്ലാത്തൊരു കാലം വരും. ഈ രാഷ്ട്രത്തെ
എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ഒരു ജനതയും, അത് അകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും, അത് ഏറെ കാലം നിലനിന്നിട്ടില്ല. ഏതായാലും ഇന്ന് ഇന്ത്യൻ BJP പ്രധാനമന്ത്രിയുടെ ദയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരത്തിലെത്താൻ സാധിക്കുള്ളൂ. ഒരു സംസ്ഥാനത്തിലുള്ള ADMKയുടെ അത്രയും പോലും അംഗസംഖ്യ ഈ പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് താഴ്ന്നു നിങ്ങളെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ ധാർഷ്ട്യവും ഈ രാഷ്ട്രത്തിലെ നന്മ നിറഞ്ഞ ചൈതന്യത്തോടുള്ള നിങ്ങളുടെ പ്രതികരണവുമാണ്. കുറച്ചു കാലം മുമ്പ് ഈ ഒറ്റപ്പാലത്തുള്ള NSS കോളേജിലേക്കും കുട്ടിയത്തുള്ള NSS കോളേജിലേക്കും പോവാൻ ഒരു തലവിധി വീണ്ടും ഉണ്ടായി. അവിടെയും കണ്ടത് അധ്യാപകരെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. ആ കോളേജിൽ വിദ്യാർത്ഥികളെ അയക്കുന്ന മാതാപിതാക്കളുടെ ഗതികേട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതിൽ ഒറ്റപ്പാലത്ത് ഞാൻ പ്രിൻസിപ്പാളുടെ മുറിയിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് കുറച്ചു നേരം ഇരുന്നു. ആ പ്രിൻസിപ്പാളുടെ മുറിയിലേക്ക് ഒരു മാർക്സിസ്റ്റുകാരനായ ഒരു അധ്യാപകൻ വന്നു. ഞാനാണ് ഗോപാലകൃഷ്ണൻ എന്നറിയാതെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മഹാഭാവായിരിക്കും. അയാൾ പ്രിൻസിപ്പാളോട് പറയായിരുന്നു, ഈ ഗോപാലകൃഷ്ണൻ എന്ന ഹിന്ദു തീവ്രവാദി വന്നാൽ അയാളെ ക്ലാസ് എടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അനുവദിക്കില്ല. അയാൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് പ്രിൻസിപ്പാളിന് അറിയോന്ന് ചോദിച്ചാൽ വിവരിക്കാം. പ്രിൻസിപ്പാൾ ആണെങ്കിൽ അയാളുടെ മുമ്പിലിരിക്കുന്ന ഗോപാലകൃഷ്ണൻ ഞാനാണെന്ന് അറിഞ്ഞ് വിയർത്ത് കുളിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഒട്ടും നിർത്തണമില്ല. ഏതായാലും ഞാൻ അയാൾ പറയുന്നത് മുഴുവനും കേട്ട് അവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഈ കോമേഴ്സ് അധ്യാപകൻ, മാർക്സിസ്റ്റ് അധ്യാപകൻ പറഞ്ഞത് മുഴുവനും ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്. അവിടെയും വിദ്യാർത്ഥികൾ അസാധാരണമായ കയ്യടിയോടുകൂടി ഈ നീചനായ അധ്യാപകന്റെ റെസ്പോൺസിനെ എതിരെ പ്രതികരിക്കേണ്ടായി. കാസർഗോഡ് മുസ്ലിം പെൺകുട്ടികളാണ് 2 ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത് അധ്യാപകർ എന്റെ പ്രഭാഷണത്തിന് തടഞ്ഞപ്പോൾ ആ അധ്യാപകർ 2 ഹിന്ദുക്കളാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിലെ 2 പ്രവർത്തകരായ അധ്യാപകരെ ശക്തിയുക്തം എതിർത്തത് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം ഈ നാടിന്റെ പൈതൃകത്തെക്കുറിച്ചാണെന്നും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണെന്നും അത് നിങ്ങളാണ് ഞങ്ങളെ പഠിപ്പിക്കേണ്ടിയിരുന്നതെന്നും നിങ്ങൾക്കോ പഠിപ്പിക്കാൻ സാധിക്കില്ല, പുറത്തുനിന്നൊരു അതിഥി വന്ന് അവരെ അവഹേളിക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞ ആ അധ്യാപകരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് മുസ്ലിം പെൺകുട്ടികളാണ്. മുസ്ലിം പെൺകുട്ടികളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവരുടെ പേര് ചോദിച്ചിട്ടൊന്നുമല്ല, അവർ മുസ്ലിം വേഷത്തിലാണ് ക്ലാസ് ഇരുന്നത്, അങ്ങനെയാ തിരിച്ചറിഞ്ഞത്. അതുപോലെ കുട്ടിയം NSS കോളേജിൽ ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു. അവിടെയും കണ്ടു എന്റെ പേര് തന്നെ ആ ലെറ്ററില് ഇൻവിറ്റേഷനിൽ അടിച്ചിരിക്കുന്നത് ഗോലാപകൃഷ്ണൻ എന്നാണ്. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളോടും ബാക്കിയുള്ളവരോടും പറഞ്ഞു, അതൊക്കെ ഒരു അച്ചടി തെറ്റാണ് സാറേ എന്ന്. ഞാൻ പ്രിൻസിപ്പാളോടും അവിടെ കൂടിയിരുന്ന അധ്യാപകരോടും പറഞ്ഞു, നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വന്ന ഈ കുട്ടികളുടെ ഗതികേടിനെ കുറിച്ച് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്കെങ്കിലും നന്മ വരട്ടെ. നിങ്ങളെപ്പോലെയുള്ള അധ്യാപകരുടെ കീഴിൽ പഠിക്കേണ്ടി വന്ന ഗതികേട് അവരുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇന്ന് ഹിന്ദുക്കളുടെ കോളേജുകളും സ്കൂളുകളും എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിളയാട്ട കേന്ദ്രമാണ്. അത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കോളേജിലും സ്കൂളുകളിലും നടക്കില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. ഏതായാലും സ്വന്തം അമ്മയെ ഡാഷ് എന്ന് വിളിക്കാൻ പോലും അറപ്പില്ലാത്ത, വിഷമോ ഇല്ലാത്ത, ദുഃഖം ഇല്ലാത്തൊരു തലമുറയെ ഈ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജില് വളർത്തിക്കൊണ്ടുവരല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.